ഹായ് ഗൈസ്, നമ്മൾ ലാസ്റ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഡാബർ എന്നുള്ള സ്റ്റോക്കിലായിരുന്നു. അതിൽ ഏകദേശം 12% റിട്ടേൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ യൂസ് ചെയ്ത ക്യാപിറ്റൽ 1 lakh ആണ്. അതായത് അറൗണ്ട് 12,000 ആണ് പ്രോഫിറ്റ് ആയിട്ട് വന്നുള്ളത്. അപ്പോൾ ഈ സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ട്രേഡ് ഞാൻ എങ്ങനെ എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ SMC ആണ് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാറ്. സിം ട്രേഡിങ് SMC മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അതിലേക്ക് നമ്മളുടേതായ രീതിയിൽ ചെറിയ പൊടിക്കൈകളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഡാബർ എന്നുള്ള സ്റ്റോക്ക് ഇതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടൈം ഫ്രെയിം ഡെയിലി ടൈം ഫ്രെയിം ആണ്. നോർമലി ഡെയിലി ടൈം ഫ്രെയിം തന്നെയാണ് യൂസ് ചെയ്യാറ്. ചില സാഹചര്യങ്ങളിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് കടക്കാറുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഡെയിലി ടൈം ഫ്രെയിമിനെക്കാട്ടിയും ക്വാളിറ്റി കൂടുതൽ എപ്പോഴും വീക്ക്ലി ടൈം ഫ്രെയിം തന്നെയായിരിക്കും. കാരണം മുകളിലേക്ക് പോകുന്തോറും, അതായത് ടൈം ഫ്രെയിം മുകളിലേക്ക് പോകുന്തോറും എപ്പോഴും ആ ലെവലിലെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. ബിക്കോസ് അതിൻ്റെ ടൈം ഫ്രെയിമിനനുസരിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന ഡാറ്റാസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് പുഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ശരി, ഇപ്പോൾ ഞാനെടുത്തൊരു ലെവൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെയാണ് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് OB വരച്ചിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടാണ് OB പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഒരു സെല്ലിംഗ് പ്രഷർ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ഒരു മിറ്റിഗേഷൻ വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതൊരിക്കലും മിറ്റിഗേറ്റ് ആയിട്ടില്ല കേട്ടോ. ഈ ലെവല് മാർക്കറ്റ് പലതവണ അതിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ മിറ്റിഗേറ്റ് ആയിട്ടില്ല. കൈൻഡ് ഓഫ് ഇൻഡ്യൂസ്മെന്റ് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. മിറ്റിഗേറ്റഡ് അല്ല. മിറ്റിഗേറ്റഡ് ആണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം, പക്ഷെ ഇതൊരിക്കലും മിറ്റിഗേറ്റഡ് അല്ല. കാരണം അവിടെ ടാപ്പ് വന്നിട്ടില്ല, ജസ്റ്റ് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാനൊരു സോണിലേക്ക് മാർക്കറ്റ് എപ്പോഴാണ് വരുന്നത് അവിടെ നിന്ന് ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ഞാൻ മോസ്റ്റ്ലി ടാപ്പിലാണ് എൻട്രീസ് എടുക്കാറ്. പിന്നെ ഇത് മാത്രമല്ല, ഇവിടുന്ന് ജസ്റ്റ് ഒരു OB പ്ലോട്ട് ചെയ്ത് അവിടെ നിന്ന് എൻട്രി എടുക്കാനുള്ള റീസൺ അത് മാത്രമായിരുന്നില്ല. നമുക്ക് ആ ഒരു സോണിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന സമയത്ത് പല തവണ റിജക്ട് ചെയ്ത് പോയിട്ടാണ്. ഒരു തവണ ഇവിടേക്ക് വന്നപ്പോൾ ഫോൾ ആയിട്ടുള്ളതാണ്. അറൗണ്ട് വീണ്ടും റിജക്ഷൻസ് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നിന്നിട്ടുള്ളത്. എന്നാലും ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ റിജക്ട് ചെയ്തിട്ടുള്ളതാണ്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റിജക്ഷൻ. അതായത് നല്ല രീതിയിൽ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നത്. അപ്പോൾ OB മാത്രമല്ല ഞാനവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള നല്ലൊരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ആയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഒരു ഏരിയക്ക് ഒരു പുഷ് കൊടുത്തത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്തൊക്കെ അത് റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതിൽ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ആണ്. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്റ്റേണൽ ബ്രേക്ക് സ്ട്രക്ചർ നമുക്ക് ആവശ്യമാണ്. അതുപോലെ നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബും ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കൈൻഡ് ഓഫ് ഇതൊരു ലിക്വിഡിറ്റി ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ ഏരിയ. ഇവിടെ നിന്നൊരു ലിക്വിഡിറ്റി ഗ്രാബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലിക്വിഡിറ്റി ഗ്രാബ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് OB ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബ്രേക്ക് സ്ട്രക്ചർ ആയിട്ട് ശരിക്കും നമുക്ക് ഈ ഒരു ലെവലിനെ ബ്രേക്ക് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് കൂടി നല്ലൊരു ബ്രേക്ക് സ്ട്രക്ചർ ആണെങ്കിൽ ഇതും അതിനെക്കാട്ടി നല്ലൊരു ബ്രേക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ബ്രേക്ക് സ്ട്രക്ചറിനോട് ക്ഷാമമൊന്നുമില്ല, നല്ലൊരു ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വീണ്ടും എടുത്ത് പറയാണ്, ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ മോഡ് വരച്ചു. അപ്പോൾ നമുക്കൊരു നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് കിട്ടി, അവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് കിട്ടിയ സമയത്ത് ഇംബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും അവിടെ ഇംബാലൻസ് ഉണ്ട്. അതായത് ഈ ഓർഡർ ബ്ലോക്കിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ പെൻഡിങ് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർ ആ പ്രൈസ് റേഞ്ചിലേക്ക് വീണ്ടും വരും. പക്ഷേ 2 തവണ ആ പ്രൈസ് റേഞ്ചിൽ ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ നോക്കിയ സമയത്തൊക്കെ ഫെയിൽ ആവാണ് സംഭവിച്ചത്. അപ്പോൾ തേർഡ് ടൈം അവിടെ മാർക്കറ്റിൽ ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. ടാപ്പ് ചെയ്ത സമയത്ത് ഏകദേശം ടാപ്പിലാണ് എൻട്രി വരിക. അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അറൗണ്ട് ആ ഏരിയയിൽ ഞാൻ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ബിക്കോസ് വേറെ ഒന്നും ഉണ്ടല്ല, 3% ഉള്ളിലായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. 3% ആണ് നോർമലി വിൽക്കാറുള്ള സ്റ്റോപ്പ് ലോസ്. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരു 3% എൻട്രി ടാപ്പ് ചെയ്തപ്പോൾ എൻട്രി എടുത്തു. അതിൻ്റെ താഴെയാണ് SL വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ SL ഹിറ്റ് ആവില്ലായിരുന്നു. ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ SL അറൗണ്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം എന്തോ ഒരു യുക്രൈൻ്റെ തന്നെ അതുകൊണ്ട് വാർ ഇനീഷ്യേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ വാറിൻ്റെ സമയത്ത് നൈസായിട്ട് ഈ സ്റ്റോപ്പ് ലോസ് ഒന്ന് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് അവിടെ വെച്ചിട്ടുണ്ടാകുന്നില്ല, എന്നെ മനസ്സിലായതുണ്ടായിരുന്നു. അത് വാറായതുകൊണ്ട് മാത്രമാണ് ഞാനത് എക്സിറ്റ് ചെയ്യാഞ്ഞ്. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, വാറും കൂടി ആയിരുന്നു. അപ്പോൾ വാറിൻ്റെ സമയത്ത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുമ്പോഴൊക്കെ അത് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പിന്നെ വീണ്ടും പറയുകയാണ്, എൻ്റെ റിസ്ക് അന്ന് 3% മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ലോസിലേക്ക് ഞാൻ കടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ 3%-ൻ്റെ അണ്ടറിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറാഞ്ഞത്.
ഇതിന് മുന്നേ പലതവണ ഈ ഒരു സാഹചര്യം കണ്ടതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എൻട്രി ചെയ്തതിന് ശേഷം കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ ഒരു 3 വീക്സിന് മേളിൽ 3 വീക്സിൻ്റെ അടുത്താണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അറൗണ്ട് 12% എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് വന്നപ്പോഴാണ് എക്സിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും 12% എന്ന് പറയുമ്പോൾ ഒരു 1:2 ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1:4 ആ റേഞ്ചിലുണ്ട്. കാരണം 3% റിസ്ക്കും 12% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1:4 ആണ്. 1:4 കളക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്ത്. പിന്നെ ഈ സ്റ്റോക്ക് ഡാബർ ആയതുകൊണ്ട് എനിക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 12% എക്സിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു 20% റേഞ്ചിലേക്ക് തന്നെയാണ് നോക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, ഡാബർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നു. ഒരു ദിവസം ഒരു 6-7% അടുത്ത് മൂവ് ചെയ്തു. പിന്നെ ഡാബർ നോർമലി അത്രയും വലിയ മൂവ്മെന്റ്സ് തരാറില്ല. അപ്പോൾ എനിക്കൊരു സേഫ് ആയിട്ട് എക്സിറ്റ് ആകാൻ പോകും. പിന്നെ തീർച്ചയായിട്ടും 1:4 ഉണ്ട്, അതുകൊണ്ട് എക്സിറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് എക്സിറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് എൻട്രി പ്ലാൻ ചെയ്യുന്നത് എൻ്റെ നെക്സ്റ്റ് എൻട്രി TV18 എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിലാണ് നെക്സ്റ്റ് എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഞാൻ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് എൻ്റെ വ്യൂ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ TV18 വരുന്നത്. TV18ൻ്റെ OB ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയുന്നുള്ളൂ, ഷോർട്ടായിട്ട് പറയുന്നുള്ളൂ. TV18ൻ്റെ OB എന്ന് പറയുന്നത് ഇവിടെയാണ്. നല്ല ബ്രേക്ക് സ്ട്രക്ചറും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റോട് കൂടി നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. OB ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതിൻ്റെ റിസ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ OB റിസ്ക് ആണ്. അപ്പോൾ ഒരു 5.48%, അപ്പോൾ 3%ൻ്റെ എബവ് ആണ്. പേഴ്സണലി 3%ൻ്റെ എബവ് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മിഡ് റേഞ്ചാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മിഡ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു അലാം ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ തരാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കും, അത് എടുക്കില്ല. ഇൻ കേസ് ആ ഒരു റേഞ്ച് ആണെങ്കിൽ അറൗണ്ട് 3%ൻ്റെ സംതിങ് ഉള്ളൂ. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ എടുക്കുന്ന റിസ്കിനെക്കാട്ടും കൂടുതൽ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ആ ട്രേഡിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതെൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്ത പോലെ തോന്നണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റൂൾസോ കാര്യങ്ങളോ ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടേതായ സ്പെസിഫിക് റൂൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അത് ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന രണ്ട് ഡാബർ ആണെങ്കിലും TV18 എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആണെങ്കിലും ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുത്ത വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ റിസ്കി ബിസിനസ്. അപ്പോൾ അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു ഗൈസ്.